പിന്നെ വിളിക്കാം. ആ പയ്യനായിരിക്കും ഫോണിലല്ലേ? അത് നമുക്ക് പറ്റിയ ബന്ധമാണെന്ന് ഉറപ്പുണ്ടോ നിനക്ക്? നീ ആരെ തെരഞ്ഞെടുത്താലും അച്ഛന് കുഴപ്പമില്ല, പക്ഷെ എൻ്റെ മകൾക്ക് തെറ്റ് പറ്റരുത്. അച്ഛാ, അവൻ നല്ലവനാ. അവന് അമ്മയില്ല. വേണ്ട വേണ്ട, എല്ലാം എനിക്കറിയാം. ഇത് നിന്റെ തീരുമാനമാണ്. ഇത് തന്നെ നടക്കട്ടെ. അവൻ അവൻ്റെ അച്ഛനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടോ? ഉവ്വ്. എന്നിട്ട്? പപ്പ വരില്ല, എല്ലാം അവന്റെ ഇഷ്ടത്തിന് നടക്കട്ടെ എന്ന് പറഞ്ഞു. എങ്കിൽ അവനോട് അവൻ്റെ അച്ഛനുമായി സംസാരിച്ചിട്ട് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്താൻ പറ. അച്ഛാ. അപ്പോൾ നിന്റെ അച്ഛൻ ഇപ്പോൾ നമ്മുടെ ട്രാക്കിൽ വന്നു അല്ലേ? അതെ. നിന്നെ ഇപ്പം അച്ഛന് വലിയ ഇഷ്ടമാണ്. എല്ലാവരും പറയുന്നത് നീ ഉള്ളതുകൊണ്ട് അച്ഛന് ജീവൻ തിരിച്ചു കിട്ടിയെന്നാ. അങ്ങനെയെങ്കിലും എന്നെ മനസ്സിലായല്ലോ നിന്റെ അച്ഛന്. ഞാൻ ഇപ്പോൾ വരാം അച്ഛാ. ഞാൻ പിന്നെ വരാട്ടാ, കുറച്ച് തിരക്കുണ്ട്. ആ, ജ്യൂസ് മതി. അബിക്കുള്ള കൂട്ട് വന്നല്ലോ, എന്നാ ഞാൻ വരട്ടെ. ഓക്കെ ബൈ. നിന്റെ ഉദ്ദേശം എന്താ? എനിക്ക് മനസ്സിലാവണില്ല. അതെല്ലാം നീ വഴിയേ അറിയും. അല്ല, ഇതിപ്പോൾ സീരിയസ് ആയോ? ആവാനും ആവാതിരിക്കാനും വഴിയുണ്ട്. എന്തു പറയുന്നു നിന്റെ ചേച്ചി? അയാളെ രക്ഷപ്പെടുത്തിയതിന്? അതെല്ലാം ഈ കളിയുടെ ഒരു ഭാഗമല്ലേ. എന്നാലും ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? നീ ഇവിടെ കല്യാണം കഴിക്കുന്നതിലൂടെ എന്ത് റിവെഞ്ചാണ് ഉദ്ദേശിക്കുന്നത്? അതെല്ലാം അവളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. തൽക്കാലം ഇപ്പോൾ അവളുടെ കൂടെ നിന്നു കൊടുക്കുന്നു. അങ്ങനെ പ്രണയിച്ച് സ്വന്തം ഇഷ്ടത്തിന് കൂടെ ഇറങ്ങിപ്പോയപ്പോൾ എല്ലാവരും എതിർത്തു. അന്യമതമാണെന്ന് പറഞ്ഞ്. അന്നും ഞാൻ അവളുടെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. ഇന്നും അങ്ങനെ തന്നെ. എന്നാലും സൂക്ഷിക്കണം, അവരൊന്നും ചില്ലറക്കാരല്ല. നോക്കാം. മഹി എവിടെ? മഹി അകത്തുണ്ടല്ലോ. മഹി എന്താ 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 പറ്റിയ? എന്താടാ എവിടാ? 2 ദിവസമായാലോ കണ്ടിട്ട്. പ്രതാപൻ എവിടെ പോയി? അവൻ പോയടാ, കൊന്നു കളഞ്ഞല്ലോടാ. എന്താടാ പറയുന്നത്? എങ്ങനെ? ആരടാ ചെയ്തു? അറിയില്ല. റെയിൽവേ ട്രാക്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ, പിന്നെ വരാം. നീ വിഷമിക്കണ്ട. പോലീസുകാർ കണ്ടെത്തിയില്ലെങ്കിലും നമ്മൾ കണ്ടെത്തും. ഞങ്ങൾ ഇറങ്ങട്ടെ. മഹിയേട്ടാ, ഒന്ന് വന്നേ. ഇതിപ്പോ കാര്യങ്ങൾ വളഞ്ഞ വഴിക്കാണല്ലോ പോകുന്നത്. ആദ്യം മഹീന്ദ്രൻ, ഇപ്പതേ പ്രതാപൻ. എന്നാലും നമ്മളറിയാതെ ആരാ ഇതൊക്കെ ഒപ്പിക്കുന്നത്? ഇതോടെ അവന്റെ പത്തി മടങ്ങിയിട്ടുണ്ടാവും. മുമ്പ് എപ്പോഴെങ്കിലും അവർ നോവിച്ചുവിട്ട സർപ്പമാകും അവനെ തിരിഞ്ഞു കൊത്തിയത്. എന്നാലും ഒരു ശത്രുവായില്ലാതെ. അതെ, ചുരുങ്ങിയ കാലം കൊണ്ട് പ്രതാപൻ നോവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അതേടാ. അവൻ നോവിക്കാതെ വെറുതെ വിട്ട് നിന്നെയൊക്കെ തന്നെയല്ലേ? സത്യം പറ, നീയൊക്കെ തന്നെയല്ലേ അവനെ? മഹിയായിരുത്, ഞങ്ങളല്ല അവനെ. പിന്നെ ആരടാ അവനെ? മഹി പറയുന്നത് കേൾക്ക്. ഞങ്ങൾ അവനെ ഒന്നും ചെയ്തിട്ടില്ല.
അതെ മഹീന്ദ്ര, ഞങ്ങളല്ല അവനെ. വേണ്ട, ഇനി കൂടുതൽ വിസ്തരിക്കണ്ട. നീയൊക്കെ ഇതിന്റെ പുറകിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ ഒന്നും കൂടി വരും. ഓർത്തു. മഹി, ഇനി അതിനെപ്പറ്റി ആലോചിച്ചിട്ട് എന്താ കാര്യം? ആരായാലും പോലീസ് അന്വേഷിക്കട്ടെ. എന്നാലും ഞാനുണ്ടായിട്ട് അവനെ. അച്ഛാ, അബി വിളിച്ചിരുന്നു. ആ അവന്റെ അച്ഛന്റെ സഹോദരി വന്നിട്ടുണ്ട്. ആ ആ ഒന്ന് കാണാൻ ചെല്ലാൻ പോന്ന്. ആ. അവർക്ക് നടക്കാൻ കഴിയില്ല, വീൽ ചെയറിലാ. എവിടെ? അവനൊരു പുതിയ വീട് മാറിയിട്ടുണ്ട്, ഹൈവേക്കടുത്താ. വരാമെന്ന് പറഞ്ഞേക്ക്. അവനോട് ലൊക്കേഷൻ ഒന്ന് അയക്കാൻ പറ. ശരി. മോള് പോകുന്നുണ്ടോ? വേണ്ട, ഞാൻ പോയിട്ട് വരാം.